ഹരേ കൃഷ്ണ. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി നമുക്കിന്ന് പുരുഷോത്തമ അധിക മാസത്തിലെ പുരുഷോത്തമ യോഗമാണ് ക്ലാസ് എടുക്കുന്നത്. അധ്യായം 15 കേട്ടോ. പുരുഷോത്തമ യോഗം. ആദ്യത്തെ ശ്ലോകം വായിക്കാം. ശ്രീ ഭഗവാനുവാച ഊർധമൂലമദശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഏത് വൃക്ഷത്തെ കുറിച്ചിട്ടാണ് പറയണത്? ഏത് വൃക്ഷത്തെയാണ് പറയുന്നത്? ഒരു അരയാൽ വൃക്ഷമാണ് പറയുന്നത്. ഈ അരയാൽ വൃക്ഷം നമ്മൾ കാണാറില്ലേ? പക്ഷെ ഇവിടെ പറയണ അശ്വത്ഥ വൃക്ഷം എങ്ങനെയാണ് ഇപ്പൊ നിപ്പ്? തല കീഴായിട്ട് നിൽക്കുന്ന അരയാൽ വൃക്ഷത്തെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനത്തെ അരയാൽ വൃക്ഷമാണ് ഇവിടെ പറയണത്. ഭഗവാൻ പറയാണ് ഇങ്ങനെ ഒരു വൃക്ഷമുണ്ട്, തല കീഴായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷമുണ്ട്. ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദയുടെ സഹായത്തോടു കൂടി നമുക്കത് മനസ്സിലാക്കാം. എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവണില്ല അല്ലെ? നമ്മൾ കണ്ടിട്ടുള്ള അശ്വത്ഥം അരയാൽ വൃക്ഷം എങ്ങനെയാണ്? വേരുകളെ താഴെ മേൽപോട്ടാണ് അതിന്റെ ഇലകളും ചില്ലകളും കമ്പുകളും ഒക്കെ അല്ലെ? അപ്പൊ ഭഗവാൻ പറയുന്ന അരയാൽ വൃക്ഷത്തിന്റെ വേര് മേൽപോട്ട്, താഴെയാണ് എല്ലാ ചില്ലകളും കൊമ്പുകളും ഒക്കെ. വേദപഠനത്തിന്റെ ഉദ്ദേശം കൃഷ്ണനെ പറ്റി അറിയുകയാണ്. ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു, കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ വേദജ്ഞനാകും. ഭൗതിക ബന്ധങ്ങളെയാണ് ഇവിടെ അരയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന് നാശമില്ല. അതാണ് ഇവിടെ അവ്യയം എന്ന് പറയുന്നത്. ഊർധം മൂലം മദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്ത്. വേദവിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തെ മുഴുവൻ അറിയുന്നവനാവും. ഈ പറയണ ഈ വൃക്ഷത്തിനെ കുറിച്ച് അറിയുന്ന ആള് വേദവിത്ത്, വേദങ്ങളെ മുഴുവൻ അറിയുന്ന ആളായി മാറും. നല്ല സുന്ദരമായിട്ടുള്ള ഭവനത്തിലാണ് ഇപ്പൊ നമ്മൾ കഴിയണത് അല്ലെ? സുഖം ദുഃഖം മാറി മാറി വരുന്നുണ്ട്. പിന്നെന്താണ് ഭഗവാൻ പറയണത്? കേറി പോകുമ്പോ അവസാനം വേരുമിൽക്കാണ് എത്തുന്നത്. അപ്പൊ അതെന്താണ്? ഏറ്റവും മുകളിലെ ഏതാണ് സ്ഥലം? വേര് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം തുടങ്ങുന്നത്? സത്യലോകം. ഏറ്റവും ടോപ്പിലുള്ള ലോകം ഏതാണ്? സത്യലോകം. സത്യലോകാണ് ബ്രഹ്മലോകം. ബ്രഹ്മലോകത്ത് നിന്ന് തുടങ്ങിയിട്ട് താഴേക്ക് എല്ലാവിധ ഗ്രഹങ്ങളും ആണ് പറയണത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചില്ലകളും കൊമ്പുകളും ഒക്കെ ആയിട്ട് പറഞ്ഞത് ഏതാണ്? നമ്മുടെ എന്താണ് ഭൗതിക പ്രപഞ്ചത്തിലുള്ളത്? എന്തൊക്കെയാണുള്ളത്? 24 മൂലകങ്ങളുണ്ട്. പിന്നെന്താണ്? 3 ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങളുണ്ട്. അപ്പൊ ഈ ത്രിഗുണങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ കർമ്മം ചെയ്യും. 3 ഗുണങ്ങൾക്ക് സത്വം രജസ് തമസ് അറിയാലോ അല്ലെ? അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് എന്തായി മാറും? പല പല കർമ്മങ്ങൾ ചെയ്ത് പല പല ഗ്രഹങ്ങളിലേക്ക് എല്ലാവരും പോകുന്നു. അതാണ് ചില്ലകള് കൊമ്പുകളൊക്കെ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ഹൈ ലെവലാണ് പുരുഷോത്തമ യോഗം. ആരെ കുറിച്ചിട്ടാണ്? ഭഗവാനെ കുറിച്ചിട്ട്, നമ്മുടെ ഈ ഭൗതിക പ്രകൃതിനെ കുറിച്ചിട്ട്, നമ്മളെ കുറിച്ചിട്ട്, ആ ഭഗവാനിക്ക് എത്താണ് ഉപായങ്ങൾ, ഇതൊക്കെ പറഞ്ഞു തരുന്ന ഉത്തമമായിട്ടുള്ള ഭാഗമാണ് 15ാമത്തെ അധ്യായം. 20 ശ്ലോകങ്ങളുള്ളൂ. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട ആള് പിന്നെ വേദങ്ങളുടെ ഉൾപ്പൊരുൾ അറിയുന്ന ആളാണെന്ന് പറയാം. വേദങ്ങളിൽ എന്താണുള്ളത്? വേദങ്ങളിലൂടെ പോകുമ്പോ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? വേദങ്ങളിലുണ്ട്. പക്ഷെ ആ മോക്ഷത്തിനേക്കാളും മോക്ഷം ഒരു ഭൗതികമാണെന്നാണ് പറയുന്നത്. അപ്പൊ ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന എന്നാണ് പറയുന്നത്.
അപ്പോൾ വിഷയങ്ങള് ഈ വേദങ്ങളിൽ ത്രൈഗുണ്യ വിഷയവേദ 3 വിഷയങ്ങളെ കുറിച്ചിട്ടാണ് വേദങ്ങളിലുള്ളത്. നിസ്ത്രൈഗുണ്യ ഭവാർജുന, നീ അതിനേക്കാളും മേലെ ആവണം. അവൻ പറയുന്നുണ്ട് സർവസ്യാഹം ഹൃദയ സന്യവിഷ്ടോ മത്ത ഹൃദി ജ്ഞാനം അബോഹനം ച വേദേശ സർവേ അഹമേവ വേദ്യോ വേദാന്തകൃത്ത് വേദ വിദേഹ ചാഹം. അപ്പൊ ഈ വേദങ്ങളിലൂടെ വേദങ്ങൾ ഉണ്ടാക്കിയത് ഞാനാണ്, വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വേദങ്ങളിലൂടെയൊക്കെ പോയിട്ട് കുറെ പേര് എന്താണ് മനസ്സിലാക്കുക, ഭഗവാൻ ആരാന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. ഭഗവാൻ ചിലപ്പോൾ ഒരു ബ്രഹ്മമാണ്, ഒരു ശക്തിയാണ്, ഈ പ്രപഞ്ചം തന്നെയാണ് ഭഗവാൻ എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് വേദങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. വേദങ്ങളിലൂടെയൊക്കെ ഉൾപ്പൊരുൾ എന്താണ്, ഭഗവാനെ കുറിച്ചറിയാം. പക്ഷെ എല്ലാവരും ആ തലത്തിലേക്ക് എത്തില്ല. ഭഗവാനെ കുറിച്ച് അറിയാന്നുള്ള തലത്തിലേക്ക് എല്ലാവരും എത്തില്ല. അപ്പൊ അതിനാണ് ത്രിഗുണങ്ങൾ ഇവിടെ ഉള്ളത്. ആ ത്രിഗുണങ്ങളില് ഓരോരുത്തരുടെ ഗുണങ്ങൾക്കനുസരിച്ച്, രജോ തമോ ഗുണങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും എന്താഗ്രഹിക്കും, ഇവിടെ ഓരോ അനുഭവിക്കണം. ഓരോ യജ്ഞങ്ങളും ഹോമങ്ങളും എങ്ങനെയൊക്കെ വേണമെന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിക്കാനുള്ളത്. സ്വർഗലോകത്തിലേക്ക് പോവാനുള്ള കാര്യങ്ങൾ വരെ ഇതിലുണ്ട്, വേദങ്ങളിലുണ്ട്. അപ്പോ ഒരാള് ഒറ്റയടിക്ക് ഭഗവാന് സമർപ്പിച്ച് ഭക്തി ചെയ്യാൻ പറഞ്ഞാൽ ആരും കേൾക്കാത്തത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഇവിടെ അനുഭവങ്ങള് കുറെ സുഖിക്കണം അല്ലേ. സ്വർഗലോകത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 തരം സ്വർഗലോകങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ സുഖലോലുപരായിട്ട് കഴിയണം എന്നുള്ള ചിന്തയിൽ നമ്മൾ പെട്ടു. അതാണ് പ്രകൃതിയിൽ എന്താണുള്ളത്, 3 ഗുണങ്ങൾ. അതിന്റെ സ്വാധീനം എല്ലാവരിലും ഉണ്ടാവും. നമ്മളിൽ എല്ലാവരിലും രാവിലെ സത്വഗുണം, ഉച്ചയാകുമ്പോഴേക്കും രജോ ഗുണം, രാത്രിയാകുമ്പോഴേക്കും തമോ ഗുണം എല്ലാവരിലും ഉണ്ടും. എല്ലാവരും അതിന്റെ സ്വാധീന വലയത്തിലാണ്. ആദ്യത്തെ ശ്ലോകം ഈ അശ്വത്വം, ഈ പ്രപഞ്ചത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മള് രജോ ഗുണത്തിലായിട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കിടക്കും. അപ്പൊ അങ്ങനെ. പിന്നെ തമോ ഗുണത്തിലുള്ളവരെന്ന് വെച്ചാൽ ഒന്നും ചെയ്യില്ല, ആലസ്യാണ്, നാമം ജപം ഒന്നുമില്ല, ഭയങ്കര ആലസ്യത്തിലാണ്. അപ്പൊ അവരുടെ ഗതി എങ്ങോട്ടാണ് പോവുക? അവരുടെ ഗതി നരകലോകങ്ങളിലേക്ക്. തമോ ഗുണത്തിലുള്ളവര് അങ്ങോട്ട് പോവും. പിന്നെ അടുത്തത് ആരാണ്? സത്വഗുണത്തിൽ. അവര് ഒരുപാട് ജ്ഞാനങ്ങളൊക്കെ നേടി പുണ്യകർമ്മങ്ങളൊക്കെ മനസ്സിലായിട്ട് അവരും പോകുന്നത് ഉയർന്ന ലോകങ്ങളിലേക്ക്, സ്വർഗലോകങ്ങൾ അങ്ങനെയുള്ള ലോകങ്ങളിലേക്കാണ് പോവുക. അപ്പൊ ഇവിടെ ത്രൈഗുണ്യ വിഷയവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഈ 3 എണ്ണം തന്നെയാണ് വേദങ്ങളിലുള്ളത്. പക്ഷെ അതിന്റെ ഉൾപ്പൊരുൾ അറിയണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിന്റെ അതിനും മേലെ, അതുക്കും മേലെ എന്ന് പറയില്ലേ, അതുക്കും മേലെ ഒരു കാര്യമുണ്ട്. അതിലേക്ക് നീ എത്തണം. ഈ 3 എണ്ണത്തിന് നമ്മളോട് അതിജീവിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഉണ്ട്, പക്ഷെ ശാശ്വതമല്ല. ഈ ഭൗതിക പ്രകൃതി ശാശ്വതമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ ശാശ്വതമല്ലാത്ത ഒന്നിനെയാണ് മായാലോകം എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പെട്ടൂടെ? ഈ ഭഗവാൻ പറയണ ഈ ഭൗതിക ലോകത്തിലുള്ള ഈ തല കീഴായി നിൽക്കുന്ന, തല കീഴായി നിൽക്കുക എന്ന് പറഞ്ഞാല് ഒറിജിനലിന്റെ നിഴലാണത് അല്ലെ. തല കീഴായിട്ട് നിൽക്കുമ്പോ ഒറിജിനലിന്റെ നിഴല്. ഒറിജിനൽ നമുക്ക് ഇപ്പൊ എവിടെ കാണാൻ പറ്റും? ഒരു ജലാശയത്തിന്റെ അടുത്ത് പോയാല് നമുക്കൊരു വൃക്ഷത്തിന്റെ നിഴല് കാണില്ലേ? തല കീഴായിട്ട് അങ്ങനെ മാത്രം കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ അതിന്റെ ഒറിജിനൽ ഉണ്ടായിട്ടല്ല അവിടെ നിഴല് വരുന്നത്. അപ്പൊ ഒറിജിനൽ ലോകം ഉണ്ട്. അതാണ് ഭഗവാൻ പ്രത്യേക അതാ പറയണത്. ഇത് തല കീഴായി നിൽക്കുന്ന വൃക്ഷമാകുമ്പോ ഒറിജിനൽ അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം നമ്മള്. അങ്ങനെ ഈ തല കീഴായ വൃക്ഷത്തില് എന്താണ് കൂടുതല്? ഈ ചില്ലകളും കൊമ്പുകളും ഒക്കെ ഈ അടിസ്ഥാനമാക്കിയിട്ട് ഗുണത്തിനനുസരിച്ചിട്ട് കർമ്മങ്ങളില് പെട്ടിട്ട് ഓരോ ഗ്രഹങ്ങളില് ഉയർന്ന ലോകങ്ങളിലും, അതാണ് ബ്രഹ്മഭൂനാലോക പുനർജന്മന അർജുന. അപ്പൊ ഉയർന്ന ലോകങ്ങളിൽ പോയവര് വീണ്ടും ഗുണത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരിക്കും. വീണ്ടും കർമ്മം ചെയ്യുക, വീണ്ടും. അപ്പൊ സത്യം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഭഗവാൻ ഇതാ പറഞ്ഞു തരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാം? മാമേവ പ്രപത്യന്റെ മായാമേതാൻ തരന്തിതെ.
എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഈ മായയെ തരണം ചെയ്യാൻ പറ്റും. ആരാണ് ഈ മായയുടെ അധിപൻ? ആരാണ്? ഭഗവാൻ തന്നെ. അത് നമുക്ക് ഇതൊക്കെ മുന്നിലുള്ള അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രകൃതിയെ കുറിച്ചിട്ടും പുരുഷനെ കുറിച്ചിട്ടും അതേപോലെ ഗുണങ്ങളെ കുറിച്ചിട്ടും എല്ലാം ഡീറ്റെയിലും കംപ്ലീറ്റ് കിട്ടുന്നു ഭഗവത്ഗീത എന്ന മഹത് ഗ്രന്ഥം. ഇനി ഒന്നും പറയാത്തതില്ല ഭഗവാൻ. അപ്പോൾ ഇതാ വീണ്ടും നമുക്ക് ഗംഭീരമായിട്ട് ഈ കർമ്മത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരണം. എന്താണ്? ബ്രഹ്മാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ഇതിന്റെ വേരുകൾ മുകളിലേക്കാണെന്ന് പറയുന്നു. അനശ്വരം എന്ന് പറയപ്പെടുന്ന ഈ മായാവിഷയത്തെ അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യനെ അതിൽ നിന്ന് മുക്തനാവാം. പ്രപഞ്ചത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മളെ കുറിച്ചും അറിയണം അല്ലേ? നമ്മുടെ പ്രവൃത്തികളെയും കുറിച്ചിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറയുന്നുണ്ട്. ഇനി എന്താണ്? മോചനത്തിനുള്ള പ്രക്രിയ. ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുണ്ടെന്ന് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞുവല്ലോ. ഭക്തി സേവനമാണ് അവയിൽ അത്യുത്തമമെന്ന് 13-ാം അധ്യായം സ്പഷ്ടമാക്കുകയും ചെയ്തു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ആസക്തിയുമാണ് ഒരു ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പൊ എന്ത് വേണം നമുക്ക്? ഇനി മോചനം കിട്ടാനുള്ള ഉപായമാണ് പറഞ്ഞിരുന്നത്. അതെന്ത് ചെയ്യണം? നമ്മള് ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടുക. നാവിനെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നാവ് കൊണ്ട് വേണം നമ്മൾ ആദ്യം സേവ ചെയ്തു തുടങ്ങാം. അതാ ശ്രീകൃഷ്ണ നാമാനി നഭവേ ഗ്രാഹ്യം ഇന്ദ്രിയ സേവോന്മുഖാഹി ജിഹോദോ സ്വയമേവ സ്ഫുരത്തതേ. ആദ്യം ഏത് സേവ ചെയ്യണം? നാവ് കൊണ്ട് എന്ത് സേവ ചെയ്യാ? നാമജപം. പിന്നെന്താണ്? ഭഗവാന്റെ പ്രസാദം. അപ്പൊ ഒരു ഭക്തൻ എന്ത് വേണം? വെജിറ്റേറിയൻ ആവാന്നുള്ളത് എല്ലാവർക്കും സാധ്യമാണ്. പ്രത്യേകിച്ച് കുരങ്ങനും ആനയ്ക്കും ഒക്കെ പറ്റുന്ന സ്ഥിതിക്ക് അത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയി എന്നുള്ളത് വലിയൊരു സംഭവമല്ല. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും വെജിറ്റേറിയൻ ആവാൻ പറ്റും അല്ലേ? ഹെൽത്ത് നോക്കിയിട്ട്. അപ്പോൾ എല്ലാവരും വലിയ ഞാൻ വെജിറ്റേറിയൻ ആണെന്നൊക്കെ പറയും. അപ്പം അതൊരു പടി തന്നെയാണ്, ആദ്യത്തെ ഒരു പടി തന്നെയാണ് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച്. വെജിറ്റേറിയൻ ആവുക എന്നുള്ളത് വളരെ വളരെ നമുക്ക് അഭിമാനിക്കാതെ തന്നെയാണ്, അങ്ങനെ ഒരാൾ ആയി മാറാൻ തന്നെ. അപ്പോൾ അത് അല്ല, ഒരു ഭക്തൻ എന്ത് വേണം? പ്രസാദേറ്റേറിയൻ ആവണം. ഭഗവാന്റെ പ്രസാദം കഴിക്കണം. ഭക്തനായിട്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ആള് അതിനേക്കാളും പടി ഉയരാനുള്ള കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞിരുന്നത്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നാവ് കൊണ്ടുള്ള സേവ. നാവിനെ നമ്മൾ ഇന്ദ്രിയം, ശക്തമായിട്ടുള്ള ഇന്ദ്രിയാണ് നാവ്. അപ്പൊ ആ നാവിനെ നമ്മൾ നിയന്ത്രിച്ചാല് പിന്നെ എന്താണ്? വയറും ഉപസ്ഥൊക്കെ നിയന്ത്രണം ഒരേ രേഖയിൽ വരുന്നോണ്ട് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഒരേ രേഖയിൽ വരുന്നോണ്ട് എന്തായി മാറും? നമുക്ക് നിയന്ത്രിക്കാൻ എളുപ്പമാകും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ നാവിനെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണിനെ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകൂലേ? അത്രയും ഭക്തിയുടെ സേവനം ചെയ്തിരുന്ന അജാമളന്മാരെ കണ്ണുകൊണ്ട് ഒരു അനാവശ്യ ഒരു ചെറിയൊരു ദൃശ്യം കണ്ടതാണ്. അതോടുകൂടി എന്തായി? നല്ല ഉത്തമമായിട്ടുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു കണ്ണുകൊണ്ടുള്ള അത് കണ്ടോടുകൂടി അജാമലിന് വീഴ്ച പറ്റും. അപ്പൊ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും സവേ പുംസ പരോധർമ്മം യഥോ ഭക്തി രഥോഷജ അഹൈതുക അപ്രതിഹത ഏയാത്മ സുപ്രസിദ്ധി. നമ്മുടെ പരമമായ ധർമ്മം എന്താണെന്ന് ഇപ്പം മനസ്സിലാക്കി, ഈ പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കിയവര് ഭക്തന്മാരാണ്. ഭക്തന്മാർക്കാണിത്. അതാണ് വേദവിത്ത് എന്ന് പറയുന്നത്. പ്രത്യേകം എഴുതിയുണ്ട് വേദവിത്ത്. അപ്പൊ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ആദ്യം എന്താണ്? ശ്രവണം. നമ്മുടെ ആര് പറഞ്ഞു? പ്രഹ്ലാദൻ പറഞ്ഞ പോലെ ശ്രവണം, കീർത്തനം. ആദ്യം എന്ത് വേണം? ശ്രവണം. ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കുക, അറിയാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാവുക. നിരന്തരം കേൾക്കണം. ഒരു ദിവസം കേട്ട് പിന്നെ 4 ദിവസം കേൾക്കാണ്ടിരിക്കാൻ അതല്ല. അതാണ് പറയുന്നത് മാംസോ അവ്യഭിചാരേന ഭക്തിയോഗേന സേവത. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമാണ് സഗുണാൻ സമതീതാൻ ബ്രഹ്മഭൂയായ കൽപ്പത. അപ്പൊ ഈ ഗുണങ്ങളെ അതിജീവിക്കാൻ വേറെ ഒരു മാർഗമല്ല. എന്താണ് ഗുണങ്ങളെ അതിജീവിക്കാൻ? ഭക്തി യോഗേന. നോക്കൂ, പ്രത്യേകം എഴുതിയെടുക്കണം.
ഭക്തി യോഗം കൊണ്ട് മാത്രമാണ്. അപ്പൊ ആ ഭക്തന്മാരെ എങ്ങനെ ഭക്തിയുത സേവനം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആചാര്യ പരമ്പരകള് നല്ല ഉത്കൃഷ്ടമായിട്ടുള്ള പരമ്പരയിൽ നമ്മൾ വന്നു പെട്ടത് കൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ സാധ്യമാകുന്ന തരത്തിലാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അല്ലെ. നമ്മൾക്ക് വെജിറ്റേറിയൻ ആവുക എന്നുള്ളത് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അതേപോലെ നമുക്ക് സ്വർഗലോകം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഇപ്പൊ ഭഗവത്ഗീത പഠിച്ചു കൃഷ്ണ സംഘത്തിൽ നമ്മൾ വന്നു പെട്ടാല് എങ്ങനെയാണ് ആ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് കൃത്യമായി കിട്ടി. എന്താണ് നമ്മുടെ ഭഗവാന്റെ കൃപ നോക്കൂ. നമ്മളെ പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തില് നമ്മൾ നിൽക്കുന്ന സ്ഥലം ശരിയല്ല, ഇതല്ല നമ്മുടെ സ്ഥലം. നമ്മൾ തിരിച്ചു പോകണം, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ കൃപയോട് കൂടിയിട്ടാണ് നിങ്ങളെ സ്ഥലം. നമ്മൾക്ക് ഒരു ശാസ്ത്രജ്ഞന്മാരും ഇതേപോലെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രൂപരേഖ നമുക്ക് തരാൻ പറ്റുമോ? അടുത്തുള്ള ഗ്രഹത്തിൽ എന്താ സംഭവിക്കുന്നു പോലും അവർക്ക് അറിയാൻ പറ്റില്ല. അവിടെ എന്താണുള്ളതെന്ന് നമ്മുടെ ഈ ഭൗതിക ഇന്ദ്രിയം വെച്ചിട്ട് അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് മുഴുവൻ നമുക്ക് ആചാര്യ വേദവ്യാസ മഹർഷി നമുക്ക് കംപ്ലീറ്റ് ഈ ഓരോ ഗ്രഹത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഭാഗവതത്തിലൂടെ തരുന്നുണ്ട്. ഭഗവത്ഗീതയിലൂടെ നമുക്കിതാ ഭഗവാൻ പറഞ്ഞു തരുന്നു ആ ഫുൾ ചിത്രം. കർമ്മങ്ങളുടെ ഓരോന്നും ഓരോ ഗുണത്തിനനുസരിച്ച് കർമ്മങ്ങൾ സൃഷ്ടിച്ച ഇവിടെ ബന്ധനത്തിലാവുകയാണ് നിങ്ങള്. ഇതിൽ നിന്ന് രക്ഷപ്പെടൂ. ഒരു ചെറിയ കടുകുമണി പോലുള്ള ആഗ്രഹങ്ങളും കർമ്മം സൃഷ്ടിക്കണതിന്റെ എങ്ങനെ നമുക്ക് അതിനെ മറുത്ത് കടക്കാന്നുള്ളത് പോലും അത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും വൈകുണ്ഠ പ്രിയരാണ്. പക്ഷെ എന്ത് വേണം? ഇതേപോലെ നിത്യം അഭ്യസിക്കുക. ആദ്യത്തെ വേണ്ടത് നാമജപവും ഭഗവാന്റെ പ്രസാദവും. പ്രസാദിറ്റേറിയൻ ആവാൻ എല്ലാവരും ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ബോധത്തിനെ നമ്മുടെ പ്രവൃത്തിനെ ഒക്കെ ബാധിക്കും. നമുക്കതൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. രജോ ഗുണത്തിലുള്ള ഭക്ഷണങ്ങൾ, തമോ ഗുണത്തിലുള്ള ഭക്ഷണം ഏതാണ്, സത്വ ഗുണത്തിലുള്ള ഭക്ഷണം ഏതാണ്, രജോ ഗുണത്തിലുള്ള ആരാധന, സത്വ ഗുണത്തിലുള്ള ആരാധന, തമോ ഗുണത്തിലുള്ള ആരാധന, അങ്ങനെ ഓരോ ഗുണങ്ങളിൽ വരുന്ന എല്ലാ കുഴപ്പങ്ങളും എങ്ങനെയാണ് അത് നമുക്ക് തിരിച്ചറിയാന്നുള്ളതും ഒക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഗുണങ്ങളെയാണ് നമ്മൾ അതിക്രമിക്കേണ്ടത്. ഈ ഗുണങ്ങൾ അതിക്രമിക്കാൻ ഭക്ഷണം ഭയങ്കര സ്വാധീനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മുടെ പ്രവൃത്തിയിലേക്കും കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ശുദ്ധമായ ഭഗവാന്റെ പ്രസാദം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തത് ശ്രവണം കീർത്തനം. ശ്രവണം കീർത്തനവും കറക്റ്റായാൽ നമ്മളെ പരമ്പര ആധികാരികമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന് തന്നെ ശരിയായിട്ട് ഭഗവത്ഗീത ഭാഗവതം പഠിക്കണം. ഒരുപാട് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും കൂടി പോയിട്ടായാൽ നമ്മുടെ ഭ്രമങ്ങൾ വരും നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ എന്ത് സംഭവിക്കും? നമുക്ക് കീർത്തനം ശരിയാവും, നാമജപം. അടുത്തത് ഈ യുഗധർമ്മമായിട്ടുള്ള ഏതാണ് ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും ജപിക്കുക. അപ്പൊ ശ്രവണവും കീർത്തനവും ശരിയായി. അടുത്തത് എന്താണ്? വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് കംപ്ലീറ്റ് പിന്നെ എന്തായി മാറും? സ്വാഭാവികമായിട്ട് ആ ഭക്തനിൽ വരും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? എന്താണ് പിന്നെ മാറുക? ഇതിനെ ഗണ്ഡിക്കാനാണ് ഭഗവാൻ പറയണത്. ഈ വൃക്ഷത്തിനെ നമ്മൾ ഗണ്ഡിക്കണം, ഛേദിക്കണം. ഛേദിച്ചാലാണ് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ ഛേദിക്കാൻ എങ്ങനെയാണ് സംഭവിക്കുക? എങ്ങനെയാണ് ഛേദിക്കാൻ? ത്രിഗുണങ്ങളെ എങ്ങനെയാണ് വെട്ടിത്തീർക്കാൻ? വിരക്തി വരണം. ഈ ഗുണങ്ങളെ നമ്മളെ ബാധിച്ചിട്ടുള്ള എല്ലാ ഗുണങ്ങളെയും വിരക്തി എന്ന ആയുധം കൊണ്ടാണ് വെട്ടിമാറ്റാൻ പറയുന്നത്. എങ്ങനെയുണ്ട്? വിരക്തി എന്ന് പറഞ്ഞാൽ അത്രയും വിരക്തി. ഭൗതികതയിൽ എന്തേലും ആഗ്രഹം വെച്ചിട്ടാണെങ്കിൽ കിടന്നോ, കുഴപ്പമില്ല, നീ അതൊക്കെ സുഖമായിട്ട് ഇവിടെ അനുഭവിക്കാതെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തരുന്നുണ്ട്. എത്ര ലോകങ്ങൾ, ഈ 14 ലോകങ്ങളുടെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് ആ പോണ വഴിയിൽ ഒന്നും ഇവിടെ ഇറക്കി തരുമെന്ന് ചോദിക്കാൻ തോന്നും. അതേപോലെയാണ് ഭാഗവതത്തിലെ ഓരോ ലോകങ്ങളുടെ അവസ്ഥകൾ. അത്രയും സുന്ദരമാണ്, മനോഹരമായിട്ടുള്ളതാണ്. സ്വർഗത്തിലും മാത്രല്ല, സ്വർഗം, ദിവ്യലോകം, സ്വർഗമൊക്കെ ഉണ്ട്.
വലിയ സ്വർഗം, അങ്ങനെയൊക്കെ സ്വർഗങ്ങളൊക്കെ ഉണ്ട്. 3 തരം സ്വർഗങ്ങളുണ്ട്. താഴേക്കിടയിലുണ്ട് സുതലം എന്ന് പറയുന്ന സുതലത്തിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ബലി മഹാരാജാവിന് കാവലിപ്പോഴും വാമനമൂർത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കുണ്ഠിതങ്ങളും ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും വൈകുണ്ഠം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ നമ്മൾ കുണ്ഠിതങ്ങളില്ലാത്തത്. അപ്പൊ അങ്ങനെയുള്ള സുന്ദരമായ സ്ഥലങ്ങള് ഉണ്ട് ഇതില്. അതാണ് പറയുന്നത്, നല്ല മോഹിപ്പിക്കണ എല്ലാ തരത്തിലും ഈ ഭഗവാൻ നമുക്കിവിടെ കാഴ്ചവെച്ച് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ അതിക്രമിച്ച് ഭഗവാന്റെ ലോകത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇവിടെ ഭഗവാൻ പറയണു സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ സഹായം വേണം. അവിടെ ഒരു സൂര്യന്റെയും ചന്ദ്രന്റെയും ദേവന്മാരുടെയും ഒരു സഹായം വേണ്ട. അവിടേക്ക് എത്തിയ പിന്നെ നീ തിരിച്ചു വരേണ്ടി വരില്ല മക്കളെ എന്ന് എത്രയോ വട്ടം പറയുന്നു. നമ്മളെ മക്കളെ പോലെ തന്നെ അല്ലേ, അത്രയും പ്രിയം ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ ഉപദേശിക്കുന്നത്. ഉപദേശമല്ല, ഭഗവാന്റെ ആ ഹൃദയം നമ്മൾ കാണുന്നില്ല. ഭഗവത്ഗീത എന്ന് പറയണ അതിലൂടെ നമ്മൾ ഓരോ ശ്ലോകം നോക്കുമ്പോൾ എത്ര കെഞ്ചിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിരുന്നത് ഈ അവസ്ഥകളെന്ന് തോന്നും. ഓരോ ശ്ലോകം മാറ്റി മറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിതിനെ ഛേദിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പറയണത്? വിരക്തി. അതാണ് ആയുധം. അതാണ് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഈ 3 ബന്ധമുണ്ട്. ഭക്തി ഉണ്ടാകുമ്പോ എന്ത് വേണം? ജ്ഞാനം. ഈ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുമ്പോ അടുത്തത് സ്വാഭാവികമായിട്ട് വിരക്തി വരും. അതിനായിട്ട് കഠിന പ്രയത്നമൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് വല്ല മാളിൽ പോവാനാ അല്ലെങ്കിൽ എന്താ പറയുക സിനിമ കാണാനാ അങ്ങനെയുള്ളതിനൊന്നും ഒരു താല്പര്യമില്ല അല്ലെ. ഭൗതികമായിട്ടുള്ള ടൂർ അടിച്ച് നടക്കാൻ അതിനോടൊന്നും താല്പര്യമില്ല. അത് എങ്ങനെ സംഭവിച്ചു? നമ്മൾ അറിയാണ്ട് സംഭവിക്കുന്നതാണ് ആ വിരക്തി അല്ലേ. ലളിതമായ ജീവിതമായി, ചിന്താഗതി മുഴുവൻ വൈകുണ്ഠ പ്രിയരായി, ചിന്ത അത് മാത്രമായി. അപ്പൊ അങ്ങനെ നമ്മുടെ ഇതൊക്കെ അതാ പറയുന്നത് സ്വാഭാവികമായിട്ട് കൃഷ്ണന്റെ പ്രസാദല്ലേ വേണ്ട, വിശന്നാലും കുഴപ്പമില്ല അല്ലേ. ആ ഒരു ലെവലിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റം വന്നു? എല്ലാവരും പുറമെയുള്ള എല്ലാവരുടെയും ഒരു സംശയമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആയാലും പോരെ, പ്രസാദം എന്തുകൊണ്ട് മറ്റേ ഈ പ്രസാദം നമുക്ക് മനസ്സിലാവണില്ല. അതിൻ്റെത് എന്താണ് ഗുണങ്ങള് നമ്മൾ വെക്കണ ആളുടെയും ബോധം എല്ലാം ഈ ഗുണങ്ങൾ നമ്മൾ അറിയാണ്ട് സൂക്ഷ്മമായിട്ട് കയറും. ആ സൂക്ഷ്മമായിട്ട് ഒരു ഗുണത്തിനും നമ്മൾ ഇനി അടിമയാവരുത്. ഭക്തന്മാർ മാത്രം സ്വീകരിക്കണം ഭഗവാന്റെ ലോകത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കണവര് ഈ പരമസത്യത്തെ മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ എന്താണ് 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി തരുന്നുണ്ട്. എത്രയും സിമ്പിളായിട്ട് നമ്മുടെ പൂന്താനം തന്നു. അടുത്തത് എന്തായിട്ട് മാറും? നരിച്ചത്ത് നാരിയായി മാറും, ഗജൻ ചത്ത് അജമായി മാറും എന്നൊക്കെ എത്ര കൃത്യമായിട്ട്. അതെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടും നമ്മൾക്ക് എന്തുകൊണ്ട് നമുക്ക് മാറ്റം വന്നില്ല? ഇത് എത്രയോ സിമ്പിളായിട്ട് എത്രയോ കാലം മുന്നേ പൂന്താന ഇതൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ടും നമ്മളില് എന്താണെന്നൊരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് എങ്ങനെ മാറ്റാൻ പറ്റി? നമ്മുടെ പരമ്പര വഴി നമ്മൾ അത് കേട്ടപ്പോഴാണ് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്കൊക്കെ മാറ്റം വന്നത് അല്ലേ. എന്താണോ എന്നുള്ളത് കറക്റ്റ് നമുക്ക് അതിൻ്റെ ആ സത്ത് മനസ്സിലായി. ഇനി രക്ഷപ്പെടാൻ ഇത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാവും ചെയ്തു. അത് ആ ഒരു ആത്മാവിനെ എത്തിപ്പിടിച്ചു അല്ലേ. ആ സംസാര സാഗരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗജേന്ദ്രന്റെ അവസ്ഥയും നമ്മുടെ എല്ലാവരുടെയും അത് നമുക്ക് തിരിച്ചറിയണില്ല. അതെ, ഒരു ജീവാത്മാവ് ആ ഗജേന്ദ്രൻ എത്രയോ കാലം വെള്ളത്തിൽ കിടന്ന് താൻ വലിയ എന്തായിരുന്നു എന്നുള്ളതിൽ അഹങ്കരിച്ച് നടക്കുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെ ഓരോന്നിൽ അഹങ്കരിച്ച് നടക്കുന്നു. പദവി, പൈസ, സൗന്ദര്യം, ജന്മൈശ്വര്യ, ശ്രുതശ്രീ, വീരേതമാന, മത, പുമാൻ അല്ലേ. ഇതില് പുമാൻ എന്താണ്? മേടിക്ക് അഹങ്കരിച്ച് നടക്കണം എല്ലാവരും. ആ നേരത്ത് ഈ ഗജേന്ദ്രൻ എവിടെ പെട്ടു? ഒരു വെള്ളത്തിൽ മുതല പിടിച്ചു. അതേപോലെ പിടിക്കണം ഓരോരുത്തരെ. അത് ചിലർക്ക് മനസ്സിലാവില്ല. നമ്മളെ പിടിച്ചെടുക്കണമെന്ന് ആർക്കും അറിയണില്ല. കുറെ പേർക്ക് അറിയണില്ല എന്നെ മുതല പിടിച്ചെടുക്കണം എന്നുള്ളത് മനസ്സിലാവണില്ലല്ലോ. അതാണ് കുഴപ്പം.
വീണ്ടും അതിന്ന് പുറത്ത് ചാടി എന്തൊക്കെ ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഭഗവാൻ എനിക്ക് ഈ ജന്മം ഒന്നും മനസ്സിലാവും തോന്നുന്നില്ല എന്നിട്ട് അടുത്തൊരു ജന്മം കൂടി തരും. അങ്ങനെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ ദുർലഭം മനുഷ്യൻ ജന്മം കിട്ടിയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവസത്തകൾ ചെയ്തു പോരുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വിഷയത്തിന്റെ ഫലങ്ങൾ. എന്താണ് ഈ വിഷയത്തിന്റെ നിഴൽ തൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. തൃഷ്ണ എന്ന് പറഞ്ഞാല് ആസക്തി, നമ്മുടെ ആഗ്രഹങ്ങള് അല്ലേ? ഈ ഭൗതികതയുടെ വെളിച്ചത്തിൽ പ്രതിഫലിച്ച് കാണുന്നവയ്ക്കെല്ലാം തൃഷ്ണ തന്നെ കാരണം. അപ്പൊ നമ്മളിവിടെ വന്ന് പെടാനുള്ള കാരണം എന്താണ്? തൃഷ്ണ, ആഗ്രഹങ്ങള്. അതിനെ ഖണ്ഡിക്കണം നമ്മള്. വൈവിധ്യം അത്രയും ആത്മീയ ലോകത്തിലും ഉണ്ടായിരിക്കും. അവിടെയുള്ളത് സത്യമാണെന്ന ഭേദമേയുള്ളൂ. ഭഗവാന്റെ ബാഹ്യശക്തിയാണ് പ്രകൃതി, ഭഗവാൻ പുരുഷനും. ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരം ഭൗതികമായതിനാൽ നൈമിഷികമാണ്. ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ അദൃശ്യവുമായ ഈ പ്രതിഫലനം ക്ഷണികമാണ്. പക്ഷേ ഈ പ്രതിഫലനത്തിന് കാരണമായ ഉറവിടം എന്തോ അത് ശാശ്വതമാണ്. യഥാർത്ഥ വിഷയത്തിന്റെ ഭൗതിക പ്രതിബിംബത്തെ മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞനാണെന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോടുള്ള ആസക്തിയെ അറുത്തു നീക്കേണ്ട വിധം അറിയുന്ന ആളെന്നർത്ഥം. അപ്പൊ വേദജ്ഞനായി ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ എന്ത് വേണം? ആ ആൾക്ക് ഇത് ഛേദിക്കാൻ അറിയണം. മനസ്സിലായോ? അറിഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ജ്ഞാനി ആയതുകൊണ്ട് കാര്യമില്ല, വിജ്ഞാനം നേടണം എന്നാണ് പറയുക. നമ്മളിപ്പോ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇനി അതിന് വേണ്ടുന്ന പ്രവർത്തനം ചെയ്യണം. അതാണ് ഭക്തിയുത സേവനം. അല്ലാണ്ട് വേറെ നമ്മൾ ഒരു കഠിന പ്രയത്നം ചെയ്താൽ മാറില്ല. നമ്മുടെ ഉള്ളിൽ അത് അറിയാണ്ട് പ്രവർത്തിക്കും. ഭഗവാൻ അത്രയും പവിത്രമായതുകൊണ്ട് ആ പവിത്ര നാമം നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിനെ ശുദ്ധീകരിക്കും. ഭഗവത്ഗീത ഭാഗവതം നമ്മുടെ ബുദ്ധിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഷുഗർ പേഷ്യൻറ്റിൻ്റെ മുന്നിലത്തെ ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. ഷുഗർ വന്നു, ലഡു ഒന്നും ഉപയോഗിക്കില്ല, മധുരമുള്ളതൊന്നും ഉപയോഗിക്കില്ല. വീട്ടിലൊരു സാഹചര്യം വരികയാണ്, ആരും ഇല്ലാത്ത ഒരു സമയം വരികയാണ്, ലഡു അവിടെ ബോക്സിലിരിക്കുകയാണ്. എന്ത് ചെയ്യും? അവരുടെ മുന്നിലേ ഞാനതൊക്കെ നിർത്തിയിട്ടാന്ന് പറയും. താനേ നമ്മൾ പോയിട്ട് കഴിക്കൂലേ? അപ്പം അതേപോലെ നമ്മളെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വലിക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശക്തമാണ്, തന്നെ വലിക്കും. പക്ഷെ ഇതേപോലെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളും, ഒരു ഇന്ദ്രിയം ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ഇന്ദ്രിയം 2:65 തോന്നുന്നുണ്ട് അത്. ഒരു ഇന്ദ്രിയം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അത് കൊടുങ്കാറ്റ് എങ്ങനെയാണോ വായു കപ്പലിനെ കൊണ്ടുപോകണം, അതേപോലെ നമ്മളെ ശക്തമായിട്ട് വലിച്ചു കൊണ്ടുപോകും. അതിനാണ് ആ ശൗബരി മുനിയുടെ കഥ അല്ലേ? ശൗബരി മുനി വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് തപസ് ചെയ്യാൻ പോയാളായിരുന്നു. ഒന്നും എന്നെ പുറമേല്ലേ ആകെ പ്രശ്നങ്ങള്, ഇന്ദ്രിയങ്ങളൊക്കെ വലിക്കുക. വെള്ളത്തിന്റെ അടിയിൽ പോയാൽ ഒരു ഇന്ദ്രിയം വലിക്കില്ല വെച്ചിട്ട് തപസ് ചെയ്യാൻ വെള്ളത്തിന്റെ അടിയിൽ പോയി. അവിടെ ഇരുന്നിട്ട് എന്തായി? മത്സ്യങ്ങള് കുറെ നാൾ തപസ് ചെയ്തൊന്നും കണ്ണു തുറന്ന് നോക്കുമ്പോൾ മത്സ്യങ്ങള് എണ്ണ ചേർന്നത് കാണുകയാണ്. അതോടുകൂടി മോഹം പൊട്ടി, ലഡു പൊട്ടി മനസ്സില്. അത്രയുള്ളൂ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇത്രയും വലിയ തപസ് ചെയ്തിരുന്ന ആൾക്കാർ അത് നമുക്ക് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്, ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ശക്തമാണ്. അപ്പൊ അത് ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ഈ ഗുണങ്ങളാണ്. അതല്ലേ, ഈ ഗുണങ്ങൾ ബാധിക്കാണ്ടിരിക്കാനാണ് നമ്മുടെ സുഖമഹർഷി പുറത്ത് വരുന്നില്ല, ഞാനില്ലേ ഈ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിരുന്നത്. മായ എന്നെ ബാധിക്കും, ഞാൻ ആ ഗുണത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും ഉള്ളത് സത്യം മനസ്സിലാക്കി. ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? ഗുണങ്ങളിൽ നമ്മൾ പെടുന്നുള്ളത് അറിയാം. അങ്ങനെ ബാധിക്കാണ്ടിരിക്കാനാണ് മതായിട്ട് സമയമായി പറഞ്ഞു. അപ്പം അങ്ങനെ അതാണ് പറയുന്നത്, ഓരോ ഇന്ദ്രിയം നമ്മളെ ശക്തമായിട്ട് വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെ ഛേദിക്കണമെങ്കിൽ വേറെ ഒരു ഉപായമല്ല. എന്താണ് ഉപായം? വിരക്തി വരണമെങ്കിൽ നിത്യം ചെയ്യണം. പ്രസാദവും പിന്നെ ശ്രവണം നന്നായി ശ്രവിക്കണം. ചിലവരങ്ങനെ ഉണ്ട്, സത്സംഗം ഭഗവത്ഗീത ഭാഗവതമൊന്നും പഠിക്കണ്ട, വെറും നാമം മാത്രം മതിയില്ലേന്ന്. അപ്പൊ ഇത് രണ്ടും അത്യാവശ്യമാണ്. ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് രണ്ടും നാമത്തിന് പ്രബലത വരണമെങ്കിൽ വീണ്ടും നമ്മൾ സത്സംഗത്തിൽ നിന്ന് കൃഷ്ണനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നാമജപം സ്ട്രോങ് ആവും.
നാമജപം മാത്രമായിട്ട് ഇരുന്നാല് നമ്മുടെ ആ ബലം കുറയും, ഒരു മന്ദപ്പ് വരും. അപ്പോൾ വീണ്ടും എന്താണ് ബാറ്ററി കയറ്റി ദിവസം എന്ത് ചെയ്യണം, ചാർജ് കയറ്റില്ലേ ഫോണിൽ. നമ്മൾ ചാർജ് ഒരു ദിവസം ഫുള്ള് ഉപയോഗിച്ചാൽ ഇങ്ങനെ താന്നു പോകുമെന്ന് അറിയാലോ അല്ലേ. അതേപോലെ ചാർജ് ദിവസം നിത്യം ഭാഗവത സേവയ, അങ്ങനെ ഭഗവാനെ കുറിച്ച് നിത്യം നമ്മളിങ്ങനെ കേൾക്കുക, എനർജി കയറ്റുക, വീണ്ടും നാമം ജപിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഏതിനെ ഛേദിക്കാൻ പറ്റും? ഈ ശക്തമായ ഇന്ദ്രിയങ്ങളെ ഛേദിച്ച് എവിടേക്ക് കടക്കാൻ പറ്റണം? ഭഗവാന്റെ ലോകത്തിലേക്ക്, ലോക വൃന്ദാവനത്തിലേക്ക്, വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോവാൻ വേറെ എന്ത് സിമ്പിളായിട്ടുള്ള ഉപായമാണ് പറഞ്ഞിരുന്നല്ലേ. ഭയങ്കര പ്രയാസമാണ് എന്ന് തോന്നും, പക്ഷെ രസാണ് അല്ലേ, രസാണ്. അത് രസമായി വരുന്നത് എപ്പോഴാണ്? ഈ ഭക്ത സംഘത്തിന് വിട്ടുമാറിയ രസമൊക്കെ പോയി. ഭക്തന്മാരോടൊപ്പം നിന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ രസം അനുഭവിക്കുക. മനസ്സിലാവണ്ട? അല്ലെങ്കിൽ ഒരു രസമല്ല, ഒരാളുടെ കൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കണതേ ഇഷ്ടമല്ല, പറയണതേ ഇഷ്ടമല്ല എന്ന് പറയണ ആളുടെ കൂടെ ഇരുന്ന് നോക്കി അതോടുകൂടി നമ്മൾ പോയി അല്ലേ. ആ എനർജി എവിടേക്കാണ് പോയെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ഭക്ത സംഘത്തിൽ ഇരിക്കുമ്പോഴാണ്, അതാണ് ഭഗവാനും അതന്നെ പറയുന്നത്. അടുത്ത നമുക്ക് ഇതിലൊക്കെ പറയുന്നുണ്ട്, 5ാമത്തെ ശ്ലോകത്തിലും അതാണ് പറയുന്നത്. സംഘദോഷം ഒഴിവാക്കണം. ഭഗവാൻ പ്രത്യേകം പറയണു, നിങ്ങൾ സത്സംഗത്തിൽ തന്നെ ഇരുന്നാലാണ് ഈ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുള്ളൂ എന്ന്. അപ്പം നമുക്ക് അതിനുള്ള ഒരു അവസരം നമ്മുടെ ശ്രീലപ്രഭാതയുടെ കാരുണ്യം കൊണ്ട് നമുക്കിങ്ങനെ ആഴ്ചയിൽ സംഘം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മൊബൈലും നമ്മുടെ എന്തായിട്ട് ഉപയോഗിക്കുകയാണ്, ഭക്തിയുടെ സേവനത്തിൽ ഉപയോഗിക്കുകയാണ്, ഓൺലൈനിലും ഇഷ്ടംപോലെ നമുക്ക് അവസരം കിട്ടുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധയും ശുദ്ധിയോടും കൂടിയിട്ട് പുരുഷോത്തമ അധികം മാസം എടുക്കുകയാണെങ്കിൽ നിനക്ക് നീ വിചാരിക്കുന്ന കുട്ടികളുണ്ടാവുന്നതാണ്. അങ്ങനെ ദിതി എടുക്കുകയാണ്. ആ നേരത്തെ നമ്മുടെ ഇന്ദ്രൻ അതിനെ ഇല്ലാണ്ടാക്കാൻ വരുന്നുണ്ട്, സഹായിയായിട്ടാണ് വരുന്നത്. അങ്ങനെ സഹായിയായിട്ട് വന്നിട്ട് കറണ്ട് പോയതല്ലേ, സഹായിയായിട്ട് വന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ചെറിയൊരു അശ്രദ്ധയിൽ ദിദിയുടെ ഗർഭത്തിൽ കയറി ആ മരുത്തുക്കളായിരുന്നു ഒരു പിണ്ടം. അതിനെ എന്തായി, ആദ്യം 7 കഷ്ണങ്ങളാക്കി. അവർ കരഞ്ഞു തുടങ്ങി, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഭഗവാന്റെ തന്നെ അനുഗ്രഹമായിട്ട് മാറണം. അപ്പം അതിൽ നിന്ന് മനസ്സിലാവുന്നത് വെച്ചാൽ ദിതി വിചാരിച്ചത് ഇന്ദ്രനെ കൊല്ലാനുള്ള മക്കളുണ്ടാവണം എന്നാണ്. പക്ഷേ ജനിച്ചത് എന്താണ്? മരുത്തുക്കൾ, ദേവന്മാരുടെ സഹായത്തിനുള്ള ആളുകളായിട്ട് മാറി. ആ കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്. മരുത്തുക്കൾ 49 കുട്ടികളായിട്ട് വരണം. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഈ പുരുഷോത്തമ അധിക മാസത്തിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ അത് ഭഗവാൻ ആത്മീയവൽക്കരിക്കും. അപ്പം അതാണ് അതിൽ നിന്ന് മനസ്സിലായത് അല്ലേ. ഇന്ദ്രനെയൊക്കെ കൊല്ലാനുള്ള മക്കളുണ്ടാവണമെന്നാണ് ദിതി ആഗ്രഹിച്ചത്. വന്ന് ജനിച്ചപ്പോൾ എന്തായി മാറി? ദേവന്മാർക്ക് തുല്യം എന്നുള്ള പോലെ മരുത്തുക്കളായി മാറി. അതേപോലെ തന്നെ ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് ഒരുപാട് വരങ്ങളൊക്കെ ചോദിച്ചു എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഇനി ചോദിക്കാത്ത ഒരു ഗ്യാപ്പില്ലാത്ത പോലെയായിരുന്നു ഹിരണ്യകശിപു ബ്ലോക്കാക്കി, കംപ്ലീറ്റ് ബ്ലോക്കാക്കി. ഒരു തരത്തിന് രക്ഷയില്ല. നമ്മുടെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഗാഡിന് എല്ലാം അറിയാം അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് കടക്കാന്നുള്ളത്. അപ്പം എന്തായി? 12 മാസം എന്നെ ഒരാൾ 12 മാസത്തിലും കൊല്ലാൻ ജനിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം. അപ്പോൾ പുരുഷോത്തമ അധിക മാസത്തിൽ അത്ര ഹിരണ്യകശിപുവിനെ വധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുരുഷോത്തമ അധിക മാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടെങ്കിൽ നമുക്ക് ആ കുറച്ച് ദിവസം കൂടിയുള്ള വിശ്വാസത്തോടു കൂടി നമ്മളത് അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മിച്ച വെച്ചിട്ടാണെന്ന് വെച്ചാലും കൂടിയിട്ട് ഭഗവാൻ അത് മാറ്റിത്തരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാസിന്ധുഭ്യോ പരിധാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णव की जय. जगन गुरु शिव प्रवाद की जय. गुरु महाराज की जय.
നിതായ് ഗൗരപ്രേമാനന്ദേ ഹരി ഹരി ബോൾ സർവം കൃഷ്ണാർപ്പണം.